ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് എപ്പം മുതൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് കൊടുക്കുന്നത്, ഫ്രൂട്ട്സ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് എല്ലാ പാരൻസിനും കുട്ടികളുടെ ഡയറ്റിനെ കുറിച്ച് തന്നെയാണ് എപ്പോഴും ഡൗട്ട് ഉള്ളത് അല്ലേ. ഫ്രൂട്ട്സ് ഫസ്റ്റ് തന്നെ ഫ്രൂട്ട് പൂരി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ, 6ാം മാസത്തിൽ ഫുഡ് കൊടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഒറ്റ സാധനം സെറിയൽസ് എന്നുള്ള സാധനമാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പ്രോട്ടീൻ പതുക്കെ ആഡ് ചെയ്തിട്ട് വരിക. നെക്സ്റ്റ് സ്റ്റേജിലേക്കാണ് ഈ ഫ്രൂട്ട്സും ഇതൊക്കെ വെജിറ്റബിൾസും നമുക്ക് വരുന്നത്. അതിന് ഇത്ര മന്ത് നിങ്ങൾ കണക്കൂട്ടണ്ട. ആദ്യത്തെ 6 മാസം മുതൽ 7 മാസത്തിൻ്റെ അടുത്തിൽ ഈ ഫുഡൊക്കെ കുട്ടികൾക്ക് ദഹിച്ചു എന്നുണ്ടെങ്കിൽ 7 മാസം മുതൽ ഫ്രൂട്ട്സ് കൊടുത്തു തുടങ്ങിക്കോളൂ. അതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല. ആകെ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് നമ്മൾ സാധാരണ കൊടുക്കുക ഫുഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവരുത്, അതായത് ഇത് കൊടുക്കുന്നതിന് പകരമാവരുത്. കാരണം ഫ്രൂട്ട്സ് നമുക്ക് കൂടുതലും മിനറൽസ്, വൈറ്റമിൻസ് അങ്ങനെയാണ്. കാലറി ഒന്നും അത്ര അങ്ങോട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ ആ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി മൂന്നാമത്തത് ഏത് ഫ്രൂട്ടാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് ആപ്പിൾ കൊടുക്കാം. ആപ്പിൾ ചിലർ ചോദിച്ചു ആവി കയറ്റിയിട്ട് കൊടുക്കാമോ. ഇനീഷ്യലി കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ആവിയൊക്കെ ആക്കി കൊടുത്തോളൂ. പക്ഷേ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റമിൻസ് ഒക്കെ ചൂട് തട്ടിയാൽ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഉള്ളത്തെ ഭാഗം ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നന്നാവുക. ആപ്പിൾ കൊടുക്കാം, അനാറ് കൊടുക്കാം, പിന്നെ നമുക്ക് ചിക്കു ഫ്രൂട്ട് കൊടുക്കാം, ഓറഞ്ച് കൊടുക്കാം, വാട്ടർമെലൺ കൊടുക്കാം. അപ്പോൾ എല്ലാം നിങ്ങൾ ഇന്നൊരു ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുന്നുണ്ട്, നോക്കുക നാളേക്ക് ഭാവിക്ക് വല്ല പ്രശ്നമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഫ്രൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യരുത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള നന്നായി വാഷ് ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ വാഷ് ചെയ്യാനുള്ള മെത്തേഡ് അതൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യണം. കാരണം ഒത്തിരി കീടനാശിനികളൊക്കെ ഉള്ളതാണ്. എസ്പെഷ്യലി നമുക്കറിയാം മുന്തിരിയിലൊക്കെ ഒത്തിരി കീടനാശിനികൾ ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതൊക്കെ അത്രയും നന്നായി വാഷ് ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ, എപ്പോഴും മുന്തിരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതലായിട്ട് ലൂസ് മോഷനൊക്കെ ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് അടുത്ത സാധനം ആ രീതിയിൽ മാത്രം നമുക്ക് കൊടുക്കാം. പിന്നെ അതിങ്ങനെ നേരിട്ട് കൊടുക്കാവോ പൂരിയായിട്ട് കൊടുക്കണോ അത് ഓപ്ഷനിലാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, കുട്ടികളെ കൊണ്ട് സെൽഫ് കഴിപ്പിക്കൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നീണ്ട കഷ്ണമൊക്കെ ആക്കിയിട്ട് പതുക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അല്ല നിങ്ങൾ കോരി കൊടുക്കുന്ന ആൾക്കാർ ഇനീഷ്യലി പൂരി പോലെ കൊടുക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചിട്ടും കൊടുക്കാം. പക്ഷെ ഗ്രാജുവലി 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ 10 മാസം കഴിഞ്ഞ് 1 വയസ്സിലൊക്കെ അടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സും അവർ കഴിച്ചു തുടങ്ങണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഫ്രൂട്ട്സ് നല്ലതാണ്, നമ്മൾ വാഷ് ചെയ്തിട്ട് കൊടുക്കണം. ഒരിക്കലും മറ്റൊരു ഫുഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി പോകരുത് ഫ്രൂട്ട്സ് കൊടുക്കുന്നത്. ഫ്രൂട്ട്സ് എന്ത് കൊടുത്താലും കുഞ്ഞിൻ്റെ വായൊന്ന് കഴുകിക്കണം. ചെറിയ കുട്ടികൾക്ക് കുലുക്കുഴിയാനൊന്നും അറിയില്ലെങ്കിൽ നന്നായി വെള്ളം കൊടുക്കണം. ഫ്രൂട്ട്സിലെ മധുരം കണ്ടന്റ് കാരണം പല്ലൊക്കെ കേടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫ്രൂട്ട്സ് കൊടുക്കാം. സോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.